ഡയറക്ടർ പറഞ്ഞായിരുന്നല്ലോ ആ ഫീലിന്റെ കാര്യം. മതി, ഞാൻ നോക്കിക്കോളാം. ജാടയാണ് സാർ. അല്ലെങ്കിൽ തന്നെ ഇവളുമാർക്ക് മനുഷ്യരെ പോലെ പെരുമാറിയാൽ എന്താ കുഴപ്പം? എവളൊക്കെ എവിടുന്ന് വരും സാറേ? ആകാശത്തുനിന്നോ? മതിയടോ, പ്രത്യേകതകൾ ഒരുപാടുണ്ട്. സൗത്ത് ഇന്ത്യൻ ഭാഷകൾ മുഴുവൻ ഹിറ്റ്, താമസിയാതെ ബോളിവുഡിലേക്ക് അരങ്ങേറ്റം, സോഷ്യൽ മീഡിയയിലെ വമ്പൻ താരം. കാണാത്ത രാജ്യങ്ങളില്ല. വിട്ടുകളാ, ഞാൻ സംസാരിച്ചോളാം. അനു, ഞാൻ 4:30 മുമ്പ് വരും. അല്ല, നീ ഫ്രീ ആയിരിക്കുമല്ലോ അല്ലേ? ഈ ഫുൾ ടൈം പ്രോഗ്രാം ചെയ്ത് മടുത്തന്നെ. ആ, അതൊക്കെ ശരിയാ. ആരാധന സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ ഉണ്ട്. ആക്ച്വലി മടുത്തു തുടങ്ങി. കുറച്ചു കാലം എങ്ങോട്ടെങ്കിലും മാറി നിന്നാലോ എന്ന് ആലോചിക്കുക. ശരി, നമുക്ക് ആ പല്ലവി നോക്കാം. റിഹേഴ്സൽ വേണോ? അത് വേണം മാഡം. അതില്ല, ഞാൻ റെക്കോർഡ് ചെയ്യാറില്ല. അത് നിങ്ങളുടെ ശീലമല്ലേ. ഞാൻ റിഹേഴ്സൽ ചെയ്യാറില്ല. സ്ട്രൈറ്റ് ടേക്ക് ആണ്. സോറി മാഡം, ഇത് കുറച്ച് വ്യത്യസ്തമായ സ്വരസ്ഥാനങ്ങളാണ്. അതൊക്കെ ഇന്ന് രാവിലെ നിങ്ങളിരുന്ന് ഉണ്ടാക്കിയതല്ലോ, ഓൾറെഡി ഉള്ളതല്ലേ. സോങ് എനിക്ക് മനസ്സിലായി, ഞാൻ പാടിക്കോളാം. ഓക്കെ, ശരി മാഡം. നമുക്ക് ആ പല്ലവി നോക്കാം. ഓക്കെ. ഘനശ്യാമ മോഹന കൃഷ്ണ. മാഡം, കുറച്ചുകൂടി ഇമോഷണൽ ആവണം. നല്ല ഫീല് വേണം. ക്ലാസ് എടുക്കണ്ട, എനിക്കറിയാം എന്ത് ഫീലാ കൊടുക്കണ്ടെന്ന്. എക്സ്ക്യൂസ് മീ. ആ, കിരൺ. ആ, കിട്ടി. ഞാൻ ഇപ്പോഴാ കണ്ടത്. യെസ്, ഞാൻ റെക്കോർഡിംഗില്ല. ഓ, അതൊന്നുമില്ല. നിന്റെ മെസ്സേജ് വന്നാ പിന്നെ എന്ത് റെക്കോർഡിംഗ്? സോറി കുട്ടി, ശ്യാമ മാഡം ഞങ്ങൾക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. പക്ഷേ ഒരു കോമ്പറ്റീഷൻ സ്വഭാവം അറിയാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പാടിച്ചു നോക്കിയത്. അയ്യോ സർ, ഞാൻ പാടാനുള്ള ആഗ്രഹം കൊണ്ട് വന്നതല്ല. എനിക്ക് ഈ സദ്യയുടെ പരിപാടിയാ, ആറ്റോശ്ശേരി സദ്യ. അത് കൊടുക്കാനായിട്ട് വന്നപ്പോ ഈ ചേട്ടൻ പറഞ്ഞിട്ടാ. അല്ല സാറേ, കോറസിന് ആള് വേണമല്ലോ, അപ്പൊ ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കിയതാ. അപ്പൊ ഇതെല്ലാം മൊത്തത്തിൽ തന്റെ ഒരു കളിയാണല്ലേ? നമുക്കൊന്ന് പാടി നോക്കിയാലോ? ആ ട്രാക്ക് ഒന്ന് പ്ലേ ചെയ്തോട്ടെ. നമുക്ക് ആ പല്ലവി നോക്കാം. One, two, three, four. Krishna
ശ്യാമ മാഡത്തിന്റെ അതേ ശബ്ദം. ആക്സെന്റ് പോലും പക്കാ ശ്യാമ മാഡം. ഞാൻ പറഞ്ഞില്ലേ സാറേ. സജു, എന്താ പറ്റും, നമുക്ക് താമസിക്കണ്ട, നമുക്കങ്ങ് തുടങ്ങിയാലോ? തുടങ്ങാം സാർ. സർ, ഗായികയ്ക്കുള്ള പ്രതിഫലത്തിന്റെ ചെക്ക് ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. പേരെഴുതി കൊടുക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ പിന്നെ സംശയിക്കുന്ന എന്തിനാ? രാധികയുടെ പേരെഴുതി ചെക്കങ്ങ് എഴുതി കൊടുക്ക്. അല്ല, ഈ പാട്ടുകാര് തമ്മിലുള്ള വ്യത്യാസം വല്ലതും തുകയില്? അതവരെ നേരിട്ട് ബാധിക്കുന്ന കാര്യമൊന്നുമല്ല. എനിക്ക് പാക്കേജില്ലേ, എത്രയാണോ പാട്ടിന് ഫിക്സ് ചെയ്യുന്നത് അത് രാധികയ്ക്ക് കൊടുക്കാനാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? അയ്യോ സർ, വലിയ പ്രതിഫലമൊന്നും എനിക്ക് വേണ്ട. അങ്ങയുടെ സംഗീതത്തില് ഒരു പാട്ട് പാടാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ വലിയ കാര്യം. ഒരു കാര്യത്തിന്റെ വില നിശ്ചയിക്കുന്നത് അതിന്റെ അവസരമാണ്. ഇതിപ്പോ ഒരു നിർണായക സമയത്താത്താ പാടിയത്, അപ്പോ അതിനനുസരിച്ച് എന്റെ വില കൂടുന്നു, അത്രേ ഉള്ളൂ. താനത് എഴുതിക്കൂടെ? രാധിക എന്ന് തന്നെയല്ലേ പൂർണ്ണമായിട്ടുള്ള പേര്? രാധിക വരുൺ. പേരെഴുതാൻ വരട്ടെ.